ഹലോ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന 3 ബോർഡർ ഡിസൈനുകളാണ്. അത് സാരിയുടെ ബോർഡറിനോ അല്ലെങ്കിൽ സ്ലീവുകളുടെയൊക്കെ തുമ്പിലോ കഴുത്തിലോ ഒക്കെ നമുക്ക് വയ്ക്കാവുന്ന ബോർഡർ ഡിസൈനുകളാണ്. അതിൽ 2 ത്രെഡുകൾ ഉപയോഗിച്ച് മാത്രമാണെങ്കിൽ 1 ബീഡ്സ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ റിങ്ങിൽ ഇട്ട് നമ്മൾ ചെയ്യേണ്ട ആ ബോർഡർ ഇതേപോലെ വയ്ക്കുകയാണ്. റിങ്ങിലിട്ട് ചെയ്യുന്നതാണ് സൗകര്യം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ആ ഒരു ടിപ്പിലൂടെ ഇതിപ്പം ഇതിൻ്റെ എഡ്ജ് കാണാതിരിക്കാൻ നമ്മൾ മടക്കുന്ന ആ ഭാഗത്തിൻ്റെ അകത്തൂടെയാണ് ഞാൻ ആ തുമ്പ് കെട്ടിയില്ലേ, ത്രെഡിൻ്റെ തുമ്പ് കെട്ടിയ ഭാഗം അകത്തൂടെ എടുക്കുമ്പോൾ ആ അറ്റവശം ആ കെട്ടിയത് കാണാതിരിക്കും. ഇത് സാരിയിലാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അല്ലാതെ ഇപ്പോൾ സ്ലീവിൻ്റെയൊക്കെ തുമ്പിലും നെക്കിലൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ആ സ്റ്റിച്ച് ചെയ്തേക്കുന്നതിൻ്റെ അകത്തൂടെ ഇങ്ങനെ കയറ്റി എടുക്കാവുന്നതാണ്. പിന്നെ ഇതേപോലെ നേരെ താഴേക്ക് കുത്തുക. ഇത് നമ്മൾ നേരത്തെ നമ്മുടെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ബ്ലാങ്ക് സ്റ്റിച്ചിൻ്റെ ഒരു വേരിയേഷൻ പോലെ വരും. ബ്ലാങ്ക് സ്റ്റിച്ച് എടുക്കുന്ന പോലെ തന്നെയാണ് ഫസ്റ്റ് ഇങ്ങനെ എടുക്കുന്നത്. ശേഷം നമ്മൾ ആദ്യം എടുത്ത ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിലാണ് ഇനി ബാക്കി നമ്മളൊരു 5-6 തവണ ഇതേപോലെ ഇങ്ങനെ കോർത്ത് വലിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കോർത്ത് വലിക്കുമ്പോൾ അത് കണ്ടില്ല, ത്രെഡ് ഇങ്ങനെ അടിയിൽ നീഡിലിൻ്റെ അടിയിലൂടെ കിടക്കണം, എന്നാലേ ഇങ്ങനെ കോർത്ത് വലിഞ്ഞ് വരുവുള്ളല്ലോ. അതേപോലെ നമ്മുടെ ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ താഴോട്ട് വരച്ചതിൽ ഫില്ലാകുന്ന എത്ര തവണ ചെയ്യുമ്പോൾ അതിങ്ങനെ ഫില്ലാകുമോ അത്രയും തവണ. എനിക്കിവിടെ ഒരു 6 തവണ ചെയ്യുമ്പോഴാണ് ആ ഒരു ലൈനിൻ്റെ ഫുള്ളായിട്ട് വരുന്നത്. നമ്മൾക്ക് ലൈനിൻ്റെ നീളം കൂടുതലുണ്ടെങ്കിൽ 6-7 തവണ ചെയ്യേണ്ടി വരും. നീളം കുറവാണെങ്കിൽ 3-4 തവണ ചെയ്താൽ മതി. ഇച്ചിരി കൂടുതൽ ഒരു 5-6 എടുക്കുന്ന അത്രയും ഒരു നീളത്തിൽ ചെയ്യുന്നതാണ് കൂടുതൽ ഭംഗി കാണാൻ. കണ്ടില്ലേ, ഇപ്പോൾ ഞാനിവിടെ 6 തവണ എടുത്തപ്പോഴാണ് എനിക്ക് ഇത്രയും ഫില്ലാകുന്നത്. ഇനി ഇതിപ്പോൾ 1 ഫില്ലായി. ഇനിയിപ്പോൾ അടുത്ത ഒരു ബ്ലാങ്ക് സ്റ്റിച്ച് നമ്മൾ എടുക്കുന്ന പോലെ തന്നെ നീഡിൽ മുന്നോട്ട് ഇങ്ങനെ നീക്കി കുത്തുകയാണ്. എത്രയുമാണ് നമ്മുടെ ആ എടുത്ത ആ ഒരു നീളമെന്ന് വെച്ചാൽ ആ നീളത്തിലാണ് ഇങ്ങനെ താഴേന്ന് മേളിലേക്ക് കുത്തുമ്പോൾ നമ്മുടെ ത്രെഡ് ഈ നീഡിലിൻ്റെ അടിയിൽ കൂടെ കിടക്കണം. അത്രയും ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇപ്പം നമ്മുടെ 2ാമത്തെ സ്റ്റിച്ചും ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഈ സ്റ്റിച്ചിലും ഇപ്പോൾ ഈ ചെയ്ത ഈ സ്ട്രെയിറ്റ് സ്റ്റിച്ചിനെയും നമ്മൾ ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്ത് ഒരു 5-6 തവണ 6 തവണയാണല്ലോ നമ്മൾ ആദ്യത്തെ ചെയ്തത്. അപ്പോൾ ഇതിനും ഒരു 6 തവണ ഇതേപോലെ ഇങ്ങനെ ത്രെഡ് അടിയിലൂടെ ഇട്ട് നീഡിൽ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ചെയ്യുകയാണ്. തുടർന്നുകൊണ്ട് ഇങ്ങനെ പോയി കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. സാരിയുടെ ബോർഡറിലൊക്കെ വേണമെങ്കിൽ പോലും നമുക്കിത് ചെയ്യാൻ കുറച്ച് മെനക്കേടുണ്ട്. പിന്നെ ഷോളിലാണെങ്കിലും ഷോളിൻ്റെ എഡ്ജൊക്കെ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്താൽ നല്ലൊരു രസമാണ് കാണാൻ. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത കുർത്തികളുടെയൊക്കെ പോലും നമുക്ക് സ്ലീവിൻ്റെ തുമ്പിലൊക്കെ വേണമെങ്കിൽ ഈ ഒരു ഡിസൈൻ ചെയ്യാവുന്നതാണ്. സിമ്പിൾ ബ്ലാങ്ക് സ്റ്റിച്ച് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ എംബ്രോയ്ഡറി ക്ലാസ് 6 നമ്പർ നോക്കുകയാണെങ്കിൽ ബ്ലാങ്ക് സ്റ്റിച്ച് സിമ്പിൾ, ലോങ് ആൻഡ് ഷോർട്ട്, അങ്ങനെ അതിൻ്റെ പല വേരിയേഷനുള്ള ബ്ലാങ്ക് സ്റ്റിച്ച് ഉണ്ട്. ബ്ലാങ്ക് സ്റ്റിച്ച് പഠിച്ചതിന് ശേഷം ഇത് പഠിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഈസിയാകും. അല്ലെങ്കിൽ തന്നെ ഇതിപ്പം മനസ്സിലാകാനല്ലേ ഉള്ളൂ, ഇത് ഈസി അല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ഇനി ഓടിച്ചു വിട്ട് ഇനി അടുത്തൊരു ഡിസൈൻ ഞാൻ കാണിക്കാം. അതും ബ്ലാങ്ക് സ്റ്റിച്ചിൻ്റെ തന്നെ ഒരു വേരിയേഷനാണ്. കണ്ടോ, ഇതേപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ഇങ്ങനെ തയ്ച്ച് കഴിയുമ്പോൾ ഇതുപോലെ തന്നെയാണ് വരുന്ന. ബോർഡറിൽ കൂടി ഇങ്ങനെ ഇതേപോലെ വരും. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സ്റ്റിച്ചും ബ്ലാങ്ക് സ്റ്റിച്ചിൻ്റെ വേരിയേഷൻ ആയതുകൊണ്ട് ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് പഠിക്കുമ്പോൾ അത് ഈസിയാണ്. അപ്പോൾ അതിൻ്റെ തുടക്ക ഭാഗം ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ മടക്കി അടിക്കുന്ന ഒരു ഇത് ഉണ്ടെങ്കിൽ അതിൻ്റെ ആ അകത്തുകൂടി എടുക്കുക. മടക്കിയതിൻ്റെ അകത്തുകൂടി എടുക്കുകയാണെങ്കിൽ നമ്മളുടെ എൻഡ് വശം കാണാതിരിക്കും. ആദ്യത്തെ വർക്ക് ഞാൻ ചെയ്തത് ആങ്കർ ത്രെഡ് മേടിക്കുമ്പോൾ ഉള്ള മുഴുവൻ ഇഴകളുണ്ട്, അതായത് 6 ഇഴയും ഇട്ടാണ് ഞാൻ ആദ്യത്തെ വർക്ക് ചെയ്തത്. അതാണ് കണ്ടത്, സ്വല്പം തിക്കിലല്ലേ ആ വർക്ക് ഇരിക്കുന്നത്. എന്നാൽ ഇനിയിപ്പോൾ 2ാമത്തെ വർക്ക് ചെയ്യാൻ പോകുന്നത് 3 ഇഴ നൂലിട്ടാണ്. അത്രയും തിക്നെസ് കാണുകയില്ല, കുറച്ചുകൂടി ഈസിയാണ് ചെയ്യാൻ, വേഗം വർക്ക് തീരുന്നതാണ്. ഇപ്പോൾ ഒരു സാരിയുടെ എൻഡിൽ കൂടെ പോലെ ചെയ്യണമെങ്കിൽ ഇത് വേഗം ചെയ്ത് വിടാവുന്ന ഒരു വർക്കായതുകൊണ്ട് ഇച്ചിരി കൂടെ ഈസി ആയിട്ട് ചെയ്യാം. അതിനും നമ്മൾ ഇതേപോലെ സ്ട്രെയിറ്റ് സ്റ്റിച്ച് എടുത്തു. ആദ്യം ഒരു സ്വല്പം എടുക്കുന്ന ലോങ് സ്റ്റിച്ച്, അതിനേക്കാളും ഒരു സ്വല്പം കൂടി ഷോർട്ടായിട്ടുള്ളതാണ് അടുത്ത സ്റ്റിച്ച് എടുക്കുന്നത്. 3ാമത് എടുക്കുന്ന സ്റ്റിച്ച് ഇതിൽ നിന്നുള്ള ഏറ്റവും ചെറുത്. പിന്നെ ഇനി 4ാമതായിട്ട് നമ്മൾ എടുക്കുന്ന സ്റ്റിച്ച് എന്ന് പറയുന്നത് ഏറ്റവും ആ ലോങ്ങിൻ്റെ ആ അടിയിൽ നിന്നെടുത്ത് ഇങ്ങേ അറ്റത്ത് കൊണ്ട് ആണ് നമ്മൾ വയ്ക്കുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ ഒരു കോൺ ഷേപ്പിലൊരു ഇത് കിട്ടി. അതുപോലെയാണ് നമ്മുടെ ഈ സ്റ്റിച്ച് വരുന്നത്. ഇനിയും അടുത്തൊരു വലിയത് നമ്മൾ തുടങ്ങുകയാണ് പുതുതായിട്ട്.
പിന്നെയും അതിനേക്കാൾ സ്വല്പം കുറവ് നീളത്തിലുള്ള അടുത്തത് തുടങ്ങുന്നു, അതിലും കുറവ് നീളത്തിൽ മൂന്നാമത്തെ ചെയ്യുന്നു. നാലാമത്തേത് നമ്മൾ കുത്തുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും നീളം കൂടിയ അതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ കുത്തി നമ്മൾ ഒരു ലാസ്റ്റിലത്തെ നീളം കുറഞ്ഞതുപോലെയാണ് ഏറ്റവും ലാസ്റ്റിലായിട്ട് കൊണ്ടുവന്ന് അവിടെ വെളിയിലായിട്ടാണ് ഏറ്റവും കുത്തിയതിൻ്റെ ഏറ്റവും വെളിയിലായിട്ട് കണ്ടില്ലേ, അങ്ങനെ കുത്തി ഇറക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ എഡ്ജ് വരുന്നത്. ഇതും സ്ലീവിലും ഷോളിലും സാരിക്കോ എന്തിൻ്റെ ആണെങ്കിലും നമുക്കൊരു ബോർഡറിൽ കൂടെ ചെയ്യാവുന്ന ഒരു ഡിസൈനാണ് ഇതും. ഇതിപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ ഒരു മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നെങ്കിലും ഒന്നുകൂടെ കാണിക്കാം. ഏറ്റവും നീളം കൂടിയ ഒരെണ്ണം എടുക്കുക, അതിലും സ്വല്പം നീളം കുറഞ്ഞത് എടുക്കുക, അതിലും നീളം കുറഞ്ഞ മൂന്നാമത്തെ എടുക്കുക. നാലാമത്തേത് പക്ഷേ കുത്തുമ്പോൾ നമ്മൾ ഏറ്റവും നീളം കൂടിയതിൻ്റെ താഴ്വശത്തു നിന്ന് കുത്തി തുടങ്ങി ഏറ്റവും ലാസ്റ്റ് ഒരു ഷോർട്ടായിട്ട് വന്ന് കയറുന്ന പോലെയാണ് നമ്മൾ കുത്തുന്നത്. പക്ഷേ ഇത് കുത്തി വരുമ്പോൾ ഇങ്ങനെ ഒരു കോൺ ഷേപ്പിൽ ഇങ്ങനെ കിട്ടുന്നു. നമുക്കിങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഷോളിനോ സാരിക്കോ ഒക്കെ തുമ്പൊക്കെ മടക്കി അടിക്കണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കൈത്തയ്യലായിട്ട് ഈ ഒരു വർക്ക് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ബീഡ്സിൻ്റെ ഒരു വർക്കാണ് ചെയ്യാൻ പോകുന്നത്. അതും ബോർഡർ വർക്ക് തന്നെയാണ്. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഇതുപോലെയാണ് ഈ വർക്ക് വരുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേൾ ബീഡും കട്ട് ട്യൂബുമാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാ മെഷീനിൽ അടിക്കുന്ന നൂലാണ്. നൂലും 12 നമ്പർ നീഡിൽ വേണമെന്നില്ല. ഇതൊക്കെ ബീഡ്സ് സ്വല്പം ഹോള് വലിയ ബീഡ്സ് ആയതുകൊണ്ട് ഇതിനൊക്കെ സാധാ നമ്മൾ കൈത്തയ്യൽ തയ്ക്കുന്ന സൂചിയാണെങ്കിലും ഇത് കയറും. കട്ട് ട്യൂബും പേൾ ബീഡുമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം സൂചിയിൽ നൂല് കോർത്ത് അറ്റത്ത് കെട്ടിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്ലോത്തിൻ്റെ എത്രയും വീതിയിലാണ് ബോർഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വീതിയുടെ നടുക്ക് വെച്ച് നീഡിൽ താഴെ നിന്ന് കുത്തി മുകളിലേക്ക് എടുക്കുക. ഇങ്ങനെ കുത്തി മുകളിലേക്ക് എടുത്തതിന് ശേഷം ഒരു പേൾ ബീഡ്, പിന്നെ എത്രയും വീതിക്കാണ് ഉദ്ദേശിക്കുന്നതെന്നനുസരിച്ച് നമ്മൾ ഇതിപ്പം സ്വല്പം നീളമുള്ള കട്ട് ട്യൂബ് ആയതുകൊണ്ട് 2 കട്ട് ട്യൂബാണ്. അതായത് ഷുഗർ ബീഡ്സോ വല്ലതും ഒക്കെയാണ് ഇടുന്നതെങ്കിൽ 3 4 ഒക്കെ ഇടുക. ഇതിപ്പോൾ കട്ട് ട്യൂബ് ആയതുകൊണ്ട് ഞാൻ 2 കട്ട് ട്യൂബ് ഇടുന്നു, ശേഷം ഒരു പേൾ ബീഡ് ഇടുന്നു. ഇങ്ങനെ ഇപ്പം അത്രയും ഇട്ടതിന് ശേഷം ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതിൻ്റെ ഒരു ബോർഡറിൻ്റെ തുമ്പിലേക്ക് എത്രയും വീതിയാണോ അതിൻ്റെ സൈഡിലേക്ക് നമ്മൾ ഇങ്ങനെ ചരിച്ച് കുത്തുവാണ് ചെയ്യുന്നത് ആദ്യം. പിന്നെ നമ്മൾ നീഡിൽ പിന്നെ കുത്തിപ്പൊക്കി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഫസ്റ്റ് കുത്തിയ പേൾ ബീഡുണ്ടല്ലോ, ആ പേൾ ബീഡിന് തൊട്ടിപ്പുറത്ത് വെച്ച് സൂചി ഇതേപോലെ കുത്തിപ്പൊക്കി എടുത്തതിന് ശേഷം ഇനിയിപ്പോൾ പേൾ ബീഡ് ഇടണ്ട, 2 കട്ട് ട്യൂബ് ബീഡും ഒരു പേൾ ബീഡും കൂടാണ് നമ്മൾ കോർത്തേക്കുന്നത്. 2 കട്ട് ട്യൂബ് ബീഡ് ഇപ്പോൾ കോർത്തു, ഇനി ശേഷം ഒരു പേൾ ബീഡൂടെ നമ്മളിങ്ങനെ കോർക്കും. അത്രയും എടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നമ്മുടെ ബോർഡറിൻ്റെ ഇപ്പുറത്തെ വശത്തേക്ക്, അതായത് ഒരു വി ഷേപ്പിൽ വേണം ഇത് കുത്താൻ. ആദ്യം കുത്തിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾക്ക് എത്രയും വീതിക്കാണ് ബോർഡർ പോകേണ്ടത് ആ വീതിയിലേക്ക് ഇപ്പുറത്തെ വശം കുത്തുക. ഇതിൻ്റെ വീതി മാറിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ബോർഡറിൽ എത്രയും വീതിക്കാണോ ഇത് ചെയ്യുന്നതെന്ന് ഉദ്ദേശിച്ചാൽ അത്രയും വീതിയിൽ ഒരു 2 വര ഇട്ടതിന് ശേഷം ചെയ്താലും മതി. ഇപ്പോൾ ഈ ഒരു തവണ ചെയ്തു. ഇനിയും നമ്മൾ കുത്തുന്നതെന്ന് വെച്ചാൽ ഇപ്പം ചെയ്ത ആ ഷേപ്പിന് സെൻറ്റർ വശത്തു നിന്ന് നമ്മൾ ഇതേപോലെ കുത്തുന്നു. ആദ്യം കുത്തുമ്പോൾ നമ്മൾ ഒരു പേൾ ബീഡ്, 2 കട്ട് ട്യൂബ് ബീഡ്, ഒരു പേൾ ബീഡ്, ഇങ്ങനെയാണ് പിന്നെയും ഇങ്ങനെ കയറ്റിയിടുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ കാണുന്ന പോലെ ഒരു വി ഷേപ്പിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഓരോ വി ഷേപ്പിൻ്റെ ഉള്ളിൽ നിന്നാണ് അടുത്ത വി ഷേപ്പിന് സ്റ്റാർട്ടിങ് വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. ബീഡ്സ് കൊണ്ടായതുകൊണ്ട് നമ്മൾ ത്രെഡ് കൊണ്ട് ചെയ്യുന്നതിലും നല്ലൊരു എടുപ്പാണ് ഇത്. ചുരിദാറിൻ്റെ സ്ലീവുകൾക്കും നെക്കുകൾക്കും ഒക്കെ ചുരിദാറെന്നല്ല, സാരി ബ്ലൗസിൻ്റെ പോലും നെക്കിനൊക്കെ ആണെങ്കിലും ഇത് നല്ല ഭംഗിയാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ. നമ്മൾ കുറച്ച് സമയം ചിലവഴിച്ച് ഈ ഒരു വർക്ക് ചെയ്താലും അത് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഭംഗി കാണുമ്പോൾ അതിൻ്റെ 2 ഇരട്ടി സന്തോഷം നമുക്ക് തോന്നുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ഇങ്ങനെ ചെയ്ത് വിടുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് കെട്ടി വിടുക, നൂല് അടിവശത്തൊന്ന് കെട്ടി വിടുക. കാരണം അഥവാ എന്തുവേലും ഒന്ന് നൂല് പൊട്ടിയാലും മുഴുവനും അഴിഞ്ഞു പോകാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് കെട്ടി ബലമാക്കിയിട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ സ്റ്റിച്ച് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും അല്ലേ? അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതേവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലെയുള്ള വീഡിയോ ആയിട്ടൊക്കെ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.